ഗ്രീൻ ലൈഫ് സ്റ്റൈലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഒരു ചപ്പാത്തിയും പിന്നെ ഒരു ഉരുളക്കിഴങ്ങും മസാലക്കറിയും. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ ഇന്നൊരു ഇറച്ചിയുടെ ടേസ്റ്റിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കി അതൊന്ന് കുടിച്ചിട്ട് നമുക്ക് പണിയിലേക്ക് കടക്കാം. ചപ്പാത്തിക്കുള്ള മാവെല്ലാം കുഴച്ചത് ഇതുപോലെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് കറി ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. കാപ്പിക്കുള്ള വെള്ളമാണ് കേട്ടോ അടുപ്പത്ത് വെച്ചേക്കണം. തൊട്ടടുത്തുള്ള അടുപ്പിൽ ഒരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കാനുള്ള പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത് വരണവരെ ഇളക്കി കൊടുക്കാം. ഇപ്പം മല്ലിപ്പൊടി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയുമാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഞാനൊന്ന് അടപ്പ് ഓഫാക്കിയതിന് ശേഷം ഇപ്പുറത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കാപ്പിക്കുള്ള കാപ്പിപ്പൊടിയും പഞ്ചസാര എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് സ്വല്പം മഞ്ഞളും ഉപ്പും ഇട്ടിട്ടുണ്ട്. കൈവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിക്കാൻ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിനി ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ദോശക്കല്ല് അടുപ്പത്തേക്ക് വെക്കാം. അപ്പൊ ഞാനിവിടെ ചപ്പാത്തി പരത്തണത് നമ്മുടെ ചപ്പാത്തി പ്രസ്സിലാണ് കേട്ടോ. പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ പരത്തണില്ല. അപ്പൊ ഇതാണ് എനിക്ക് കുറച്ച് എളുപ്പം. ഈ പ്രസ്സിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഒന്ന് കാപ്പി കുടിക്കട്ടെ. സൂപ്പർ. ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് ഞാൻ 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചതാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂത്ത് വരണത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി മൂത്ത് വന്ന സമയം ഞാൻ ഇതിലേക്ക് ഒരു വലിയ സവാള ഒന്ന് കട്ട് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ വറുത്തെടുത്ത ആ പൊടികളാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഉരുളക്കിഴങ്ങ് വേവിച്ച സമയത്ത് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് നോക്കി വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത നമ്മുടെ ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ചാറ് വേണോ അതനുസരിച്ച് നമുക്കിതിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ചൂടാക്കിയ വെള്ളം ചേർത്ത് കൊടുക്കാൻ നോക്കണം കേട്ടോ. പച്ച വെള്ളം ഒഴിച്ചാൽ കറിയുടെ ടേസ്റ്റും മാറിപ്പോകും. ഇപ്പോൾ ഇതിലേക്ക് 2 തണ്ട് വേപ്പിലയും 3 പച്ചമുളക് അരിഞ്ഞതുമാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ കറിക്ക് നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് ഇട്ട് കൊടുത്തത്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഇറച്ചിക്കറിയുടെ സ്മെല്ലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ടേസ്റ്റും അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ.
അപ്പൊ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തിയും റെഡിയായി, നമ്മുടെ ചിക്കന്റെ ടേസ്റ്റിൽ ഉണ്ടാക്കിയ ഉരുളക്കിഴങ്ങ് മസാല കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി വേഗം ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ നോക്കാം. ഉരുളക്കിഴങ്ങ് കറി എനിക്ക് വേണ്ട. ഉരുളക്കിഴങ്ങ് കേൾക്കുമ്പോ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരും. ഉച്ചക്ക് ഊണിനുള്ള അരിയാണ് കേട്ടോ കുക്കറിനകത്ത് ഇട്ടേക്കണത്. തൊട്ടടുത്തുള്ള കൊച്ചു കലത്തിനകത്ത് കുറച്ച് വെള്ളം ഒന്ന് വെച്ച് ചൂടായി വന്നപ്പോഴത്തേനും ഇതിലേക്ക് തലേ ദിവസത്തെ മിച്ചം വന്ന ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വാർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇന്നുണ്ടാക്കിയ ചോറ് പോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പഴഞ്ചോറെല്ലാം വാർത്തെടുക്കണത് കേട്ടോ. അവിയലുണ്ടാക്കാനായിട്ട് കുറച്ച് കഷ്ണങ്ങളെല്ലാം നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുക്കറിനകത്തേക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമുക്കൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. സ്വല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. അധികം ഒന്നും വേണ്ട, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ഒറ്റ സ്റ്റീം വരുമ്പോൾ തന്നെ നമുക്ക് അടുപ്പ് ഓഫാക്കിയേക്കാം. അവിയലിനുള്ള തേങ്ങ ഒന്ന് പീരൊതുക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 പച്ചമുളകും 4 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കാതെ നമുക്കിതൊന്ന് പീരൊതുക്കി എടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ അവിയൽ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ഞാൻ വീണ്ടും അടപ്പൊന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഈ സമയമെല്ലാം അടപ്പ് ഒരു ലോ ഫ്ലെയിമിൽ നമ്മൾ വെച്ചേക്കണം കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പീര ഒതുക്കി എടുത്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പുളിക്ക് ആവശ്യത്തിന് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 3.5 ടേബിൾ സ്പൂൺ തൈരാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ തൈരിൻ്റെ പുളി അനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മൾ ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം നോക്കണം. അപ്പോൾ പുളി കുറവാണെങ്കിൽ കുറച്ച് തൈരും, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 തണ്ട് വേപ്പിലയും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അവിയലിൻ്റെ പണി. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ അവിയൽ കറി ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി വേറെ കറികളൊന്നും ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കണില്ല. കാരണം ഇന്നലെ ഉണ്ടാക്കിയ ഉള്ളി തീയലും മീൻ വറുത്തതും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ അവിയൽ മാത്രമേ ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കണുള്ളൂ കേട്ടോ. ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എന്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.